കർത്താവിൻ്റെ പുരോഹിതനായി ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്യുന്നത് എത്രയോ ശ്രേഷ്ഠവും ധന്യവുമാണ്. വന്ധ്യപുരോഹിത, പ്രിയ കുഞ്ഞനിയാം, നിനക്ക് കണ്ണീരിൽ കുതർന്ന യാത്ര. സ്വർഗത്തിലേക്ക് നിന്നെ ഞങ്ങൾ പ്രാർത്ഥനയോടെ യാത്രയാക്കട്ടെ. ഇത്രയും വിശുദ്ധിയും നന്മയും സ്നേഹവും നിറഞ്ഞ ഒരു സഹോദരനെ ഞങ്ങളുടെ കുടുംബത്തിനും സഭയ്ക്കും നൽകിയ നല്ലവനായ ദൈവത്തിന് നന്ദി. തൻ്റെ തിരുക്കുമാരൻ്റെ പൗരോഹിത്യത്തിലേക്ക് ബോബി അച്ഛനെ കൈപിടിച്ച് നടത്തിയ വൈദികരുടെ രാജ്ഞിയായ ബോബി അച്ഛൻ്റെ എത്രയും പ്രിയപ്പെട്ട പരിശുദ്ധ അമ്മയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അഭിവന്ദി പിതാക്കന്മാരെയും പെരിയ ബഹുമാനപ്പെട്ട ജനറൽ അച്ഛന്മാരെയും ശ്രേഷ്ഠ വൈദികരെയും ആദരണീയരായ സമർപ്പിതരെയും പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്കെല്ലാവർക്കും അത്രമേൽ പ്രിയങ്കരനായിരുന്ന ബോബി അച്ഛൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയുടെ ഈ സമാപന ഘട്ടത്തിൽ കുടുംബം മുഴുവനും വേണ്ടി എൻ്റെ സഹോദരനോടും ഞങ്ങളോടും നിങ്ങൾ കാണിച്ച സ്നേഹത്തിനും ചെയ്ത നന്മകൾക്കും ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കട്ടെ. തലശ്ശേരി അതിരൂപത പരമാധ്യക്ഷൻ അഭിവന്ദമാർ ജോസഫ് പാബ്ലാനി പിതാവ് ബോബി അച്ഛൻ്റെ മരണവാർത്ത അറിഞ്ഞതിന് ശേഷം മാത്രമല്ല, അച്ഛൻ്റെ രോഗാവസ്ഥയുടെ ഓരോ ഘട്ടത്തിലും കൃത്യമായ ഇടപെടൽ നടത്തി വലിയ ആശ്വാസവും ശക്തിയും നൽകി കൂടെ എന്നതുപോലെ ഉണ്ടായിരുന്നു. ഇന്നത്തെ മൃത സംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയും വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് സ്വാതന്ത്ര്യമേകുന്ന വാക്കുകളിലൂടെയുള്ള മനോഹരമായ സന്ദേശമേകിയും തൻ്റെ വലിയ സ്നേഹം വെളിപ്പെടുത്തുന്ന അഭിവന്ദ പിതാവിന് ഹൃദയം നിറഞ്ഞ നന്ദി. അഭിവന്ദ ഞർലക്കാട്ട് പിതാവ് ബോബി അച്ഛനോട് എന്നും ഒരു സഹോദര തുല്യമായ സ്നേഹവും വാത്സല്യവും കരുതലും കാണിച്ചിരുന്നു. ജർമ്മനിയിൽ ബോബി അച്ഛനോടൊപ്പം പിതാവ് ചെലവഴിച്ച ദിനങ്ങൾ അവൻ സന്തോഷത്തോടെ വിവരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട പിതാവേ, മരണവാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഒരുപാട് നന്ദി. അഭിവന്ദ വലിയമറ്റം പിതാവാണ് ബോബി അച്ഛനെ കർത്താവിന്റെ പൗരോഹിത്യത്തിലേക്ക് അഭിഷേകം ചെയ്ത് നിയോഗിച്ചത്. വ്യത്യസ്തമായ ഉത്തരവാദിത്വങ്ങൾ ഭരമേൽപ്പിച്ച് പിന്നീട് ജർമ്മനിയിൽ ശുശ്രൂഷയ്ക്കായി പറഞ്ഞയച്ചും പിതാവ് തന്നെ. സാന്നിധ്യം കൊണ്ട് ഇവിടെയല്ലെങ്കിലും ആശ്വാസവാക്കുകളിലൂടെയും പ്രാർത്ഥനയിലൂടെയും പിതാവിന്റെ സ്നേഹം ഞങ്ങൾ എല്ലാവർക്കും അനുഭവിക്കുന്നുണ്ട്. ഒത്തിരി നന്ദി. പെരിയ ബഹുമാനപ്പെട്ട പ്രോട്ടോസ് സിഞ്ചുലൂസ് ആന്റണി മുതുകാട്ടുന്നേലച്ഛൻ, സിഞ്ചുലൂസ്മാരായ സെബാസ്റ്റ്യൻ പാലക്കുഴിയച്ഛൻ, മാത്യു ഇളംതുരുത്തിപ്പടവിലച്ഛൻ, ചാൻസലർ മുട്ടക്കുന്നേലച്ഛൻ, പ്രോക്യുറേറ്റർ കാക്കരമറ്റത്തിലച്ഛൻ, രൂപതാ കേന്ദ്രത്തിലെയും പാസ്റ്റർ സെന്റർ, സെമിനാരി എന്നിവിടങ്ങളിലെയും ബഹുമാനപ്പെട്ട വൈദികർ, നിങ്ങളെയെല്ലാം വലിയ നന്ദിയോടെ ഓർക്കുന്നു. ഒന്നിനും ഒരു കുറവ് വരുത്താതെ എല്ലാം ഏറ്റവും നന്നായി ക്രമീകരിക്കുവാൻ നിങ്ങൾ കാണിച്ച ആത്മാർപ്പണത്തിന് സേവന സന്നദ്ധയ്ക്ക് ഹൃദയപൂർവ്വം നന്ദി. ജർമ്മനിയിൽ ബോബി അച്ഛൻ്റെ മ്യൂണിസിപ്പൽ രൂപതയിലെ അധികാരികളോടും മറ്റെല്ലാ വികാരിമാരോടും സഹപ്രവർത്തകരോടും സേവനം ചെയ്ത വൈദികർ, പ്രത്യേകിച്ച് ഫാദർ ആർട്സ് അച്ഛനെയും അച്ഛൻ്റെ അമ്മ ആനിയെയും ദേവിജനം എന്നിവരെയും നന്ദിയോടെ ഓർക്കുന്നു. തലശ്ശേരിക്കാരായ വൈദികരെല്ലാവരും, പ്രത്യേകിച്ച് ഫാദർ ജോൺസൺ തോട്ടത്തിൽ, ഫാദർ ഷിജോ ആലപ്പാട്ട്, ഫാദർ ഫേബിയാനോസ് ഉറുമ്പിൽ, ഫാദർ എബി മണ്ണൂർ എന്നിവർ ചെയ്ത സേവനങ്ങളും സഹായങ്ങൾക്കും വാക്കുകൾക്ക് അതീതമാണ്. അവരോടൊപ്പം എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച സിസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് സിസ്റ്റർ അലീന, സിസ്റ്റർ ലിൻഡ, ഹോസ്പിറ്റൽ ജീവനക്കാർ, സുഹൃത്തുക്കൾ എന്നിവരുടെ സേവനങ്ങളും ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു. ഫെബിയനും ബോബി അച്ഛനും ഒരുമിച്ചാണ് ജർമ്മനിയിലേക്ക് പോയത്. ഈ മടക്കയാത്രയിലും ബോബിയുടെ മൃതശരീരത്തെ അനുഗമിച്ചത് അച്ഛൻ തന്നെയായിരുന്നു. ഒരു സ്വന്തം അമ്മയെ പോലെയാണ് അച്ഛൻ. അവസാന ദിവസങ്ങൾ അച്ഛനെ ശുശ്രൂഷിച്ചത്. അച്ഛനും മറ്റെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ബോബി അച്ഛൻ്റെ ബാധ്യകാരായ വൈദികരോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. സെമിനാരി പരിശീലനം കാലം മുതൽ ഞങ്ങളെ പ്രിയപ്പെട്ടവന് താങ്ങും തണലും ബലവും ഉണ്ടായിരിക്കുന്നത് അവരാണ്. പ്രത്യേകിച്ച് മരണവാർത്ത അറിഞ്ഞപ്പോൾ മുതൽ അവർ വീട്ടിൽ വരാനും പ്രാർത്ഥിക്കാനും ഞങ്ങളെ ആശ്വസിപ്പിക്കാനും എല്ലാം മനോഹരമായി ക്രമീകരിക്കാൻ കാണിച്ച നല്ല മനസ്സിന് 1000 നന്ദി.
ബോബി അച്ഛൻ്റെ ഹൃദയവും ഞങ്ങളുടെ മനസ്സും അറിഞ്ഞ് ഈ കൃതജ്ഞത വാക്കുകൾ വരെ അവരാണ് ഞങ്ങൾക്ക് എഴുതി തന്നത്. ബോബി അച്ഛൻ്റെ പൗരോഹിത്യ വേദികളിൽ ഉണ്ടായിരുന്ന തലശ്ശേരി മൈനർ സെമിനാരി, മംഗലാപുരം സെമിനാരി, സെന്റ് എഫ്രൈം സത്ന സെമിനാരി എന്നിവിടങ്ങളെയും ഗുരുബോധരെയും സഹപാഠികളെയും നന്ദിയോടെ ഓർക്കുന്നു. തലശ്ശേരി അതിരൂപതയിലെ വൈദിക കൂട്ടായ്മയുടെ സൗന്ദര്യവും മാധുര്യവും ഞങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയ ദിനങ്ങളായിരുന്നു ഇത്. നിങ്ങളുടെ പിന്തുണയ്ക്ക്, ആശ്വാസ വാക്കുകൾക്ക്, പ്രാർത്ഥനകൾക്ക് ഒരുപാട് നന്ദി. അതുപോലെ ഞാൻ അംഗമായിരിക്കുന്ന STB സെന്റ് ന്യൂസ് സമൂഹത്തിലെ പ്രൊഫഷണൽ അച്ഛൻ മുതലുള്ള വൈദിക സുഹൃത്തുക്കൾക്ക് ഓരോരുത്തർക്കും എനിക്കും കുടുംബാംഗങ്ങൾക്കും പകർന്നേറിയ ശക്തി ഒത്തിരി വലുതാണ്. വിവിധ സന്യാസ സമൂഹങ്ങളിൽപ്പെട്ടവരായ ഒരുപാട് വൈദികർ ബോബി അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയും അനുശോചനങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. സിസ്റ്റേഴ്സിന്റെ ഒരു വലിയ ഗണം പ്രാർത്ഥനയും ആശ്വാസ വാക്കുകളുമായി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ബോബി സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ പുരോഹിതനായപ്പോഴും പിന്നീട് രോഗാവസ്ഥയിൽ ആയപ്പോഴുമെല്ലാം ഒരുപാട് സഹോദരന്മാർ പ്രാർത്ഥിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വളരെ പ്രത്യേകമായി ഈ ഇടവകയിലെ സിസ്റ്റേഴ്സ് ഓരോ ഘട്ടത്തിലും ചെയ്തു തന്ന സേവനം വിവരിക്കാനാവാത്ത വിധം വലുതാണ്. എല്ലാവർക്കും ഒത്തിരി നന്ദി. ബോബി വൈദികനായ മണക്കടവ് ഇടവകളിൽ കൊച്ചച്ഛനായും വാണിപ്പാറ പാത്തൻപാറ ഇടവകൾ വികാരിയായും തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായും സേവനം ചെയ്തിട്ടുണ്ട്. ഈ കാലയളവിലെല്ലാം അവനിലെ പുരോഹിതനെ അത്രമേൽ സ്നേഹിച്ച് ശ്രദ്ധയും കരുതലും ബലവും നൽകി വളർത്തിയ വൈദികർ, സമർപ്പിതർ, ദൈവജനം, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരെല്ലോടുമുള്ള വലിയ നന്ദി ഈ അവസരത്തിൽ അറിയിക്കട്ടെ. ഞങ്ങളുടെ ഈ മേലുകര ഇടവകയിൽ സേവനം ചെയ്ത് കടന്നുപോയ വികാരി അച്ഛന്മാർ, കൊച്ചച്ഛന്മാർ, സമർപ്പിതർ എന്നിവർക്കുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ വികാരിയായിരിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട അബ്രാഹാം മാലിൽ അച്ഛനോട് എങ്ങനെ നന്ദി പ്രകടിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. അത്രമേൽ സ്നേഹത്തോടും ശ്രദ്ധയോടും കരുതലോടും കൂടിയാണ് അച്ഛൻ ഓരോ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കുന്നത്. പ്രിയപ്പെട്ട ജോയ് അച്ഛ, ഒത്തിരി നന്ദി. ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചച്ഛൻ, കോർഡിനേറ്റർ, കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, മതാധ്യാപകർ, ഭക്തസംഘടന ഭാരവാഹികൾ, ദേവാലയ ശുശ്രൂഷികൾ, അയൽവാസികൾ, സുഹൃത്തുക്കൾ, ഇടവകാജനം എന്നിവരെയെല്ലാം ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തോടെ നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും ബോബി അച്ഛനോട് നിങ്ങൾക്കുള്ള കരുതലും വളരെ വലുതാണ്. ഞങ്ങളാക്കിയതും വളർത്തിയതും ആവശ്യമായതെല്ലാം കൃത്യസമയത്ത് ചെയ്തു തരുന്നതെല്ലാം നിങ്ങളാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും സ്നേഹത്തിനും ഒരുപാട് നന്ദി. 974 ജൂലൈ 13 ഞങ്ങളുടെ കുടുംബത്തിലെ 7 മക്കളിൽ ഇളയ സഹോദരനായി ബോബി ജനിക്കുന്നത്. 2003 ഡിസംബർ 30 അവൻ കർത്താവിന്റെ അഭിഷിക്തനായി തിരുപ്പട്ടം സ്വീകരിച്ചു. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാമേ മാറിയതും, ഏത് പ്രതിസന്ധിയിലും കരുത്തായതും, ഏത് ആവശ്യങ്ങളും സഹായമേകിയതും സ്നേഹം വാരിക്കോരിച്ചൊരിഞ്ഞ മാതാപിതാക്കളും സഹോദരനുമായിരുന്നു. ചാച്ചൻ ഏതാനും വർഷക്കും ഞങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് പോയി. ഇപ്പോൾ ബോബിയും പ്രിയപ്പെട്ട അമ്മച്ചിയും സഹോദരങ്ങളും അത്രമാത്രം സ്നേഹിച്ച്, പ്രാർത്ഥിച്ച്, ശ്രദ്ധിച്ച് ഒന്നിനും ഒരു കുറവും വരാതെ വളർത്തിയതാണ് ഞങ്ങളെ. എൻ്റെ കൂടപ്പിറപ്പ് യാത്ര ചോദിക്കുന്ന ഈ വേളയിൽ അവന് വേണ്ടി നിങ്ങൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഇനി നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കാൻ കൂടി ഉണ്ടെന്ന തിരിച്ചറിവോടെ പ്രാർത്ഥനാപം നമുക്ക് ബോബിയെ യാത്രയാക്കാം. ഇനിയും ഒരുപാട് പേര് ഞങ്ങളുടെ ബന്ധുജനങ്ങൾ, പ്രിയപ്പെട്ടവർ, പഠിപ്പിച്ച അധ്യാപകർ, ഈ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സഹായം നൽകിയവർ, ഇത് ഭംഗിയെ നടത്താൻ ത്യാഗവും പ്രവർത്തിച്ചവർ, എല്ലാവർക്കും ഹൃദയം നന്ദി. I want to thank all the fathers, sisters, and all the people of God who have been accompanying Bobby during the last 3 years, during these years of ailment. Through your prayers, you recovered and lived another 3 years. You have been accompanying all these days of his relapse of the cancer. So many of you offered masses all over the world, and you have been offering Gregorian and other masses. Convents, hostels, sisters, and people have been offering prayers throughout these days. And I want to thank you all for your love towards our family. It is your prayers and your love that has enabled Bobby to go through these days of struggle and suffering.
ബോബി അച്ഛൻ ക്രിസ്തുവിനെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. തന്റെ രോഗത്തിലും വേദനകളിലും ക്രിസ്തുവിന്റെ സഹനത്തെ അനുഭവിച്ചിരുന്നു. നമ്മളെല്ലാവരോടും അത്രമേൽ സ്നേഹമുണ്ടായിരുന്നു ബോബിക്ക്. സ്വർഗരാജ്യത്തിൽ നമ്മൾ ഒരുമിക്കുന്നത് വരെ നമുക്ക് ബോബിക്കായി പ്രാർത്ഥിക്കാം, സൽക്കർമ്മങ്ങൾ ചെയ്യാം. അവനെപ്പോലെ സഹനങ്ങളെ സ്വയം വിശുദ്ധീകരണത്തിനും കർത്താവിനെ സ്നേഹിക്കാനുള്ള അവസരവുമായി മാറ്റാം. അവസാനമായി ബോബിയുടെ സൈഡിൽ നിന്ന് എനിക്കിതാണ് പറയാനുള്ളത്. ബോബിയുടെ മരണത്തിലല്ല ശരിക്കും എനിക്ക് ദുഃഖവും കണ്ണീരും വന്നത്. ശരിക്കും ഈ രൂപതയിലുള്ള വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും അൽമാരുടെയും ബോബിയോടുള്ള സ്നേഹം കണ്ടാണ്, ആ പരിപാലനം കണ്ടാണ് ശരിക്കും എനിക്ക് കണ്ണീര് വന്നിട്ടുള്ളത്. എല്ലാവരോടും ധാരാളം നന്ദിയുണ്ട്. ഇതുപോലെ സ്നേഹത്തിൽ നിങ്ങളുടെ സ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടാണ് ബോബിക്ക് ശരിക്കുമുള്ള ഒരു വിശദീകരണം നടന്നത്. അതിന് നിങ്ങളോടെല്ലാം ബോബിയുടെ പേര് ഞാൻ നന്ദി പറയുന്നു. ബോബി എന്ന കർത്താവിൻ്റെ കൂടെയുണ്ട്. ബോബി ശരിക്കും നമ്മളോട് ഇന്ന് പറയുന്നത്, നിങ്ങൾ എനിക്ക് വേണ്ടി കരയേണ്ട, നിങ്ങൾ എന്നെ കണ്ട് എനിക്ക് സാധിച്ചതുപോലെ കർത്താവിലേക്ക് വരുവാൻ ശ്രമിക്കുക. ഈശോ നമ്മളോട് കുരിശിന്റെ വഴി പറഞ്ഞത് അതേ വാചനമാണ് ഇന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ മക്കൾക്ക് വേണ്ടിയും കരയുക. നമുക്കെല്ലാവർക്കും നമ്മുടെ മക്കളെ വിശുദ്ധിയിലേക്ക് വരുത്തുവാൻ പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.